നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്റെ അമ്മ അച്ചാറും പപ്പടവും വിറ്റ് സ്വരുക്കൂട്ടി വെച്ച കാശിന് എനിക്ക് വാങ്ങിത്തന്ന ജിമിക്കിയ ഇത്. ആഹാ, അത് കൊള്ളാലോ. അപ്പൊ നിന്റെ ജിമിക്ക് ഞാൻ മോഷ്ടിച്ചു എന്നാണോ നീ പറയുന്നേ? ആന്റി, ഈ പാർവതിയെ കൊണ്ട് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാ. ഇവള് പറയുന്ന കേട്ടോ, ഇവളുടെ ജിമിക്ക് ഞാൻ മോഷ്ടിച്ചു എന്ന്. നീ മോഷ്ടിച്ചെന്ന് ഞാൻ പറഞ്ഞില്ല. ഇത് എന്റെ കമ്മലാണെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. പാർവതിയുടെ ഒരു ജിമിക്ക് കാണാനില്ലെന്ന് എന്നോട് അവള് പറഞ്ഞിരുന്നല്ലോ. അവളുടെ കമ്മല അവൾക്ക് കണ്ടാ തിരിച്ചറിയില്ലേ? പാർവതി, നിന്റെ ഒരു ജിമിക്ക് കാണാതെ പോയെന്ന് ഗാർഗിയും നീയും പറയുന്നു. ജാസ്മിന്റെ കയ്യില് 2 ജിമിക്കിയും ഉണ്ട്. അപ്പോ നിന്റെ കയ്യിലിരിക്കുന്ന ഒരു ജിമിക്കി എവിടെ? അതെടുത്തോണ്ട് വരൂ. ഒരെണ്ണം ഉദയന്നൂർ അമ്പലത്തിലെ ഉത്സവത്തിന്റെ അന്ന് നഷ്ടപ്പെട്ടു പോയി. അതിലൊന്ന് ഞാൻ സൂക്ഷിച്ചു വച്ചിരുന്നതാ. ആ കമ്മല ഇത്. എനിക്ക് ഉറപ്പാ. ഈ കാണുന്ന സ്വത്ത് മുഴുവൻ നിന്റെ പേരിലല്ലേ ഉള്ളത്? എന്നിട്ടും ജാസ്മിന്റെ മുതലുകൂടി തട്ടിയെടുക്കാൻ നിനക്ക് നാണമില്ലേ? ഉദയന്നൂർ അമ്മയാണ്. ഞാൻ പറയുന്നത് സത്യോ. ഇത് എന്റെ ജിമിക്ക് തന്നെയാ. ഇതിൽ കൂടുതൽ ഒരു സത്യം പാർവതിയിൽ നിന്നും ഉണ്ടാവില്ല. അതിവിടെ എല്ലാവർക്കും അറിയുകയും ചെയ്യും. പിന്നെ എന്താ ഒരു സംശയം? ഗാർഗി, ദേ, ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നീ തലയിടരുത്. നിന്നെ ആരാ ഇപ്പൊ ഇങ്ങോട്ട് ക്ഷണിച്ചത്? പാർവതി, അതിങ്ങനെ ജാസ്മിൻ, ഉദയന്നൂർ ക്ഷേത്രത്തിൽ വെച്ചല്ലേ നിന്റെ കമ്മല് നഷ്ടപ്പെട്ടു എന്നാ നീ എന്നോട് പറഞ്ഞത്? അതെ വിശാൽ, ആ ജിമിക്ക് വിശാലിന് അന്ന് അവിടെ വെച്ച് കിട്ടിയത്. അപ്പോ വിശാൽ സാറിന് അവിടെ വെച്ച് കിട്ടിയത് നിന്റെ ജിമിക്കാണെന്നാണോ നീ പറഞ്ഞു വരുന്നത്? അത് തന്നെയല്ലേ ഇത്രയും നേരം പറഞ്ഞു വന്നത്. നീ അതിന് തിരിച്ചും മറിച്ചും പറഞ്ഞ് കേട്ടു നിൽക്കുന്നവരെ കൂടി കൺഫ്യൂഷനിലാക്കല്ലേ? വിശാൽ, ഈ ജിമിക്കിയല്ലേ നിന്റെ ലക്കി ജിമിക്കിയായിട്ട് കൊണ്ടു നടന്നിരുന്നത്? അതെ അമ്മേ, അത് തന്നെയാ ഇത്. എന്റെ ജീവൻ രക്ഷിച്ച ജിമിക്ക്. ഈ ജിമിക്ക് ജാസ്മിൻ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിപ്പോയതാ. ഇതിന്റെ ജോഡിയിലൊന്ന് ജാസ്മിൻ എന്നെ കാണിക്കുകയും ചെയ്തു. ഇപ്പൊ കാര്യങ്ങൾ എല്ലാവർക്കും വ്യക്തമായല്ലോ. കള്ളം പറയുന്ന ആരാണെന്ന് മനസ്സിലായല്ലോ. ഇനിയിപ്പോ അതിനുള്ള ശിക്ഷ വിധിച്ചാൽ മാത്രം മതി. ചേച്ചി, ഇവളെ എന്താ ചെയ്യേണ്ടതെന്ന് ചേച്ചി പറഞ്ഞു. നീ എന്താന്ന് വെച്ചാ കാര്യം പറഞ്ഞിട്ട് പോ പ്രതാപ. അതെ ചേച്ചി, എനിക്കൊരു സംശയം. ഈ ഗായത്രി മേഡത്തിന്റെ ആണ്ട് നടത്താൻ ചേച്ചി എന്തിനാ ഇങ്ങനെ കിടന്ന് വെപ്രാളപ്പെടുന്നേ? ആ ആണ്ടുബലി കെങ്കേമമായിട്ട് നടത്താൻ ഞാൻ വെപ്രാളപ്പെടുന്നതിന് കാര്യമുണ്ട് പ്രതാപ. അതല്ലേ ഞാൻ ഈ ചോദിക്കുന്നേ. എന്താ കാര്യം?
പ്രതാപ, നീ ഒന്ന് ആലോചിച്ച് നോക്ക്. കഴിഞ്ഞ ആണ്ടിന്റെ അന്ന് പാർവതി ഈ വീട്ടിലേക്ക് കാലെടുത്തു വെച്ചത്. അതെ, ആനന്ദിപ്പോ കുഴപ്പം? അതിപ്പോ എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. പ്രതാപ, തോക്കെടുക്കുന്നതിന് മുമ്പ് നീ വെടി പൊട്ടിക്കരുത്. ഞാൻ പറയുന്നത് മുഴുവനും നീ ഒന്ന് ശ്രദ്ധിച്ചു കേൾക്ക്. ശരി, ചേച്ചി പറ, ഞാൻ കേൾക്കാം. അന്നിവിടെ എന്താ സംഭവിച്ചതെന്ന് നിനക്ക് ഓർമ്മയില്ലേ? നമ്മള് വിശാലിന് വിഷം ചേർത്ത പാല് കൊടുക്കാൻ ശ്രമിച്ചതും അവള് കാലെടുത്തു വെച്ചതും ഒരുമിച്ചായിരുന്നു. പിന്നെ നിനക്ക് ഓർമ്മയുണ്ടോ ആ കാർ ആക്സിഡന്റിൽ നിന്നും പാർവതി അവനെ രക്ഷിച്ചത്? പിന്നെ കലാപം നടക്കും, ബോംബ് പൊട്ടും എന്നൊക്കെ അവള് പറഞ്ഞിരുന്നു. അതും അങ്ങനെ തന്നെ സംഭവിച്ചു. നീ വിശാലിന്റെ തലയിൽ ഷാൻലിയർ ഇടാൻ നോക്കി. അതിൽ നിന്നും അവൻ കഷ്ടിച്ച് രക്ഷപ്പെട്ടു. പോലീസ് കേസിൽ അവനെ കൊടുക്കാൻ നോക്കി. അവൾ അത് എങ്ങനെയോ മനസ്സിലാക്കി അതും പൊളിച്ചു. ഒടുവിലിപ്പോ അവന്റെ ബർത്ത്ഡേയുടെ അന്ന് അവനെ അഗ്നിക്കിരയാക്കാൻ നോക്കി. അതും നടക്കാതെ പോയി. ശരിയാണല്ലോ ചേച്ചി. അല്ല, ഇതൊക്കെ ഗണിച്ചറിയാൻ മാത്രം പാർവതിക്ക് ദിവ്യദൃഷ്ടിയുണ്ടോ? പ്രതാപ, അവൾ ഈ പറയുന്നത് പോലെ ഗായത്രിയുടെ ആത്മാവുമായിട്ട് സംസാരിക്കുന്നത് സത്യം തന്നെയാണോ എന്നറിയണം. നമ്മുടെ പ്ലാനുകളെല്ലാം ഗായത്രി ദേവിയുടെ ആത്മാവ് അവളെ അറിയിക്കുന്നുണ്ടോ എന്നറിയണം. എന്റെ ചേച്ചി സംശയിക്കാനൊന്നുമില്ല. പാർവതിക്ക് ഗായത്രിയുടെ ആത്മാവുമായി ടൈപ്പുണ്ട്. അത് 100% ഉറപ്പിക്കാം. എന്റെ പേടി ഇപ്പൊ അതല്ല. നമ്മൾ ഈ സംസാരിക്കുന്നത് ഗായത്രിയുടെ ആത്മാവ് കേൾക്കുന്നുണ്ടാവോ? എടാ, അങ്ങനെ നമ്മൾ ഭയപ്പെടാൻ തുടങ്ങിയ അതിനെ നമുക്ക് നേരെ ഉണ്ടാവൂ. ഈ പ്രഭാവതിയെ ലോകത്തൊരു ശക്തിക്കും ഭയപ്പെടുത്താൻ കഴിയില്ല. പ്രതാപ, എല്ലാത്തിനും മുമ്പ് നമുക്ക് ഉറപ്പ് വരുത്തണം അവൾക്കും ഗായത്രിക്കും തമ്മിൽ കണക്ഷൻ ഉണ്ടോ എന്ന്. അത് ഉറപ്പായിച്ചി, ഒന്നും സംശയിക്കാനില്ല. ഈ ഗായത്രിയും പാർവതിയും തമ്മിലുള്ള കണക്ഷൻ തകർക്കുക എന്താ ഇപ്പൊ ഒരു വഴി? അതിനാടാ പ്രതാപ ഞാൻ ഈ ആണ്ട് പൂജയ്ക്ക് വേണ്ടി ധൃതി കൂട്ടുന്നത്. നീ നോക്കിക്കോ, അന്ന് ഞാൻ എല്ലാ സത്യവും പുറത്തു കൊണ്ടുവരും. ആ ഗായത്രിയെ വിളിച്ചു വരുത്തി അവളെ ഞാൻ എന്നേക്കുമായി ബന്ധിക്കും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.